السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم. صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا خير من دفنت بالقاء أعظمه فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള മോളോർ, ഈ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഔലിയാക്കളുടെ പേരിൽ സംഘടിപ്പിച്ച ഈ ഉറൂസ് പരിപാടിയുടെ കമ്മിറ്റിക്കാർ, ജമാഅത്ത് കമ്മിറ്റി, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടുത്തെ വിവന്നരായ ഖതീബ് ഉസ്താദ്, മറ്റു വേദിയിലുള്ള പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മോളൂർ ഉമിയത്തടുക്ക ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ പേരിൽ നടത്തിവരുന്ന ഉറൂസ് പരിപാടി നേരത്തെ ഇവിടെ നടുവിൽ അബ്ബാസ് മുസ്ലിയാർ ഓർമ്മപ്പെടുത്തിയതുപോലെ വളരെ പഴയ കാലം മുതൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നടന്നു വരുന്ന ഔലിയാക്കളുടെ പേരിൽ നടത്തി വരുന്ന ഉറൂസ് പരിപാടിയാണ്. ഒരുപാട് ദിവസം നീണ്ടുനിന്ന ഈ പരിപാടിയുടെ സമാപനമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം, രണ്ടുപേരും അല്ലാഹു തആല അവരോട് പരിശുദ്ധമായ കഅബാലയത്തെ ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആ കഅബയുടെ പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അവർ അല്ലാഹുവിനോട് ചെയ്ത ഒരു ദുആ ഖുർആനിലുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങളോട് നിർദ്ദേശിച്ച
ഈ പ്രവർത്തനങ്ങൾ നാം നിർവഹിച്ചു. നീ ഇത് സ്വീകരിച്ചില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയായി പോകും. അതുകൊണ്ട് റബ്ബന തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാം ഒരു പ്രവർത്തനം ചെയ്താൽ ആ സൽക്കർമ്മം ചെയ്തതിന് ശേഷം അല്ലാഹുവിനോട് അത് സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഈ സമയത്ത് ഇത്രയും ദിവസം നീണ്ടുനിന്ന് ഇതിന്റെ പ്രചണ്ഡമായ പ്രചരണം നടത്തി ധാരാളം സമ്പത്ത് ഇതിനു വേണ്ടി ചെലവാക്കി ഉറക്കയിഞ്ഞ് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നമ്മുടെ ഊർജങ്ങളൊക്കെ മാറ്റിവെച്ച് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇതിനു വേണ്ടി സമയം മാറ്റിവെച്ച് ഇതിന്റെ സമാപന ഈ സമയത്ത് അന്നദാനം നടക്കാൻ പോകുന്ന ഈ സമയത്ത് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ടത് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇതൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ, കബൂൽ ചെയ്യണം റഹ്മാനെ, നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു അമലായി നീ സ്വീകരിക്കണം അല്ലാഹ്. അത് സ്വീകരിച്ചില്ലെങ്കിൽ ഒക്കെ വെറുതെയായി പോകും. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലും നമ്മെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വലിയത്തായ മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഔലിയാക്കളുടെ ചരിത്രങ്ങൾ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് വിശ്വാസികളായ ഈമാനുള്ള നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് ബിൽക്കീസ് എന്ന് പറയുന്ന ആ ഭരണാധികാരിയായ പെണ്ണ് കടന്നു വന്നപ്പോൾ അവരുടെ സിംഹാസനം എത്രയോ കിലോമീറ്റർ അകലം ഉള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആർക്ക് കഴിയും എന്ന് ചോദിച്ചപ്പോൾ ഒരു ജിന്ന് അവിടുന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് നിങ്ങൾ ഇരുന്ന സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുതരാം. ആ ഇരുത്തം സുലൈമാൻ നബി അലൈഹിസ്സലാം വന്ന് ഒരു ഇരുത്തം ഇരുന്നാൽ ചിലപ്പോൾ 3-4 മണിക്കൂർ നീണ്ടുപോകും. അതുപോരാ, അതിനേക്കാൾ മുമ്പ് വേണം എന്ന് ചോദിച്ചപ്പോൾ ഖാല ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, അറിവുള്ള പണ്ഡിതനായ ഒരു വലിയായ ആൾ പറഞ്ഞു, നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുതരാം. അങ്ങനെ ആ കൊട്ടാരം, ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ എത്തിച്ചു കൊടുത്ത സംഭവം ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഔലിയാക്കളുടെ ചരിത്രവും അവരുടെ കറാമത്തുകളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾ നോക്ക്, ഔലിയാക്കളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ഔലിയാക്കളെ സ്നേഹിച്ചതിലൂടെ കിട്ടുന്ന പ്രതിഫലം എന്താണ്? മഹാന്മാരായ ഔലിയാക്കളെ മഹബത്ത് വെക്കുമ്പോൾ അവരുടെ മദദ്, അവരുടെ സഹായം നമുക്ക് ലഭിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഒരു വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ, അൽ കഹ്ഫ് ഓതിയാൽ, അവൻ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ സംരക്ഷണം, പ്രത്യേകമായ അല്ലാഹുവിന്റെ കാവൽ അവനക്ക് ലഭിക്കുന്നതാണ്. അത്രയും പുണ്യമുള്ളതാണ് അൽ കഹ്ഫ് സൂറത്ത് ഓതുന്നത്. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല 7 ഔലിയാക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. 7 ഔലിയാക്കളായ മഹാന്മാരെ ചരിത്രം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. 7 ഔലിയാക്കളായ ചെറുപ്പക്കാർ അന്നത്തെ കാലഘട്ടത്തിൽ ദക്കിയാനൂസ് എന്ന് പറയുന്ന ഒരു ധിക്കാരിയായ ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി ആ നാട്ടിൽ
ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് അദ്ദേഹം വാദിച്ചു. ജനങ്ങളോടെല്ലാം നിങ്ങളുടെ റബ്ബ് ഞാനാണ്, എന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്യണമെന്ന് ആ ദഖ്യാനുസ് എന്ന് പറയുന്ന ഭരണാധികാരി വാദിച്ചപ്പോൾ ആ നാട്ടിലെ ജനങ്ങളെല്ലാം അത് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ റബ്ബായി വിശ്വസിച്ച് സുജൂദ് ചെയ്യാൻ നിൽക്കുമ്പോൾ 7 ചെറുപ്പക്കാര് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും റബ്ബല്ല, ഞങ്ങളുടെയും നിന്റെയും റബ്ബ് അല്ലാഹുവാണ്. ആ റബ്ബാണ് ഏറ്റവും വലിയ ഭരണാധികാരി, അവന്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യാൻ പറ്റൂല. ചെറുപ്പക്കാരോട് ആ ഭരണാധികാരി ആദ്യം കുറെ പേടിപ്പിച്ചു നോക്കി, അവർ പിന്മാറിയില്ല. പ്രകോപിപ്പിച്ചു നോക്കി, പിന്മാറിയില്ല. പിന്നെ പ്രലോഭനം കൊടുത്തു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സ്വത്ത് വേണോ? സ്വത്ത് തരാം. അധികാരം വേണോ? അധികാരം തരാം. എന്റെ അധികാരത്തിൽ നിങ്ങൾക്കും ഷെയർ തരാം. പക്ഷേ 7 ചെറുപ്പക്കാരും അതിനൊന്നും വഴങ്ങിയില്ല. അവർ പറഞ്ഞു, റബ്ബ് അല്ലാഹു മാത്രമാണ്. അവസാനം ഭരണാധികാരി അവർക്ക് 1 ദിവസത്തെ സമയം കൊടുത്തു. പിറ്റേ ദിവസം അവർ തീരുമാനിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഇന്ന് ഈ രാജാവിന്റെ കോടതി രാജാവിന്റെ മുന്നിലേക്ക് പോയാൽ നമ്മുടെ കഥ കഴിച്ചു കളയും. ഇതോടുകൂടി നമ്മൾ അവസാനിക്കരുത്. ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾ വരുന്ന ജനങ്ങൾക്ക് നമ്മളൊരു പാഠമാകണം എന്ന് തീരുമാനിച്ച് ആ 7 ഔലിയാക്കളും അതാ മല കയറുന്നു. അവർക്ക് ആവശ്യമുള്ള സ്വത്തുക്കളും ഭക്ഷണങ്ങളും എടുത്ത് മല കയറുകയാണ്. കുന്നിൽ കയറി, മലമുകളിൽ കയറി അവിടെ ഒരു ഗുഹയിൽ താമസിക്കാൻ വേണ്ടി അവർ യാത്ര പുറപ്പെടുന്നു. ആ യാത്ര പുറപ്പെടുന്ന സമയത്ത് അവരെ പിന്നാലെ ഒരു നായ, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട നായയാണ്. ആ നായ അവരെ പിന്നാലെ അതാ ആ മഹാന്മാരായ ഔലിയാക്കളുടെ പിന്നാലെ ആ നായ പോകുന്നു. നായക്കൊരു പ്രത്യേകമായ സ്വഭാവമുണ്ട്. മണത്തറിയാനുള്ള കഴിവ് നായക്കുണ്ട്. ഒരു കൊല നടന്നാൽ, ഒരു കൊള്ള നടന്നാൽ പോലീസുകാരി ബഹുമാനപൂർവ്വം കൊണ്ടുവരുന്ന പോലീസ് നായയുണ്ട്. എന്താ കാരണം? അതിന് മണത്തുകൊണ്ട് കണ്ടുപിടിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് ഈ നായ നമ്മുടെ പിന്നാലെ വന്നാൽ ഭരണാധികാരിക്ക് വിവരം കൊടുക്കുമോ എന്ന് വിചാരിച്ച് 7 ഔലിയാക്കളായ ചെറുപ്പക്കാരും നായെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ്. ആ നായ അതാ ഓടിപ്പോയി. പിന്നെയും അവരെ പിന്നാലെ വരുന്നു. അപ്പോഴും അവര് ഓടിച്ചു. പിന്നെയും പിന്നാലെ വരുന്നു. അങ്ങനെ കുറെ പ്രാവശ്യം നായ ആട്ടി ഓടിച്ചപ്പോൾ അവസാനം ആ നായ 7 ഔലിയാക്കളായ ചെറുപ്പക്കാരിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, നിങ്ങൾ എന്നെ കല്ലെറിയരുത്, നിങ്ങൾ എന്നെ ഓടിക്കരുത്. ഇന്നി ഉഹിബ്ബു അഹ്ബാബല്ലാഹ്, അല്ലാഹുവിനെ പ്രിയം വെച്ച ഔലിയാക്കളായ നിങ്ങളെ ഞാൻ പ്രിയം വെക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞ് ഓടിക്കരുതേ. പിന്നീട് അവര് നായയെ ആട്ടി ഓടിച്ചില്ല. വിശുദ്ധ ഖുർആൻ നീണ്ട സംഭവമായി ഖുർആനിൽ ഒരു സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട്. ആ നായ അവരെ പിന്നാലെ പോയി. അവർ ഗുഹയിൽ താമസിച്ചു. നായ പുറത്തും നിന്നു. 1 ദിവസമല്ല ഉറങ്ങിയത്, 2 ദിവസമല്ല, 1 കൊല്ലമല്ല, 309 കൊല്ലക്കാലം അല്ലാഹു അവരെ ആ ഗുഹയിൽ ഉറക്കിക്കളഞ്ഞു. നായും പുറത്ത് അതേപോലെ നിൽക്കുന്നു. മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് കാണാം.
അതിന് ധാരാളം ചരിത്ര പശ്ചാത്തലമുണ്ട്. 300 കൊല്ലം കഴിയുമ്പോ ഭരണാധികാരി മാറി, നാടൊക്കെ മാറി. നീണ്ട ചരിത്രമാണ്. ചരിത്രം പറയൽ എന്റെ ലക്ഷ്യമല്ല. ഞാൻ പറഞ്ഞു വന്നത് ആ ഔലിയാക്കളെ പ്രിയം വെച്ച് അവരെ കൂടെ പോയ നായ, ആ നായയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുമോ? വയഖൂലൂന, പരിശുദ്ധ ഖുർആൻ ആ നായയെ സംബന്ധിച്ച് പറഞ്ഞത് വയഖൂലൂന സബഅത്തുൻ വസാമിനുഹും കൽബുഹും. അവർ 7 ഔലിയാക്കളാണ്, 8ാമത് അവരെ കൂട്ടത്തിൽ അവരെ നായയാണ്. 7 ഔലിയാക്കളെ കൂടെ 8ാമത്തെ മെമ്പറായി. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട നായയെ എണ്ണിയത് എന്തുകൊണ്ടാണ്? ആ നായ ഔലിയാക്കളെ പ്രിയം വെച്ചതുകൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൽ വിശ്വസിച്ച് 5 നേരം സുജൂദ് ചെയ്യുന്ന, റബ്ബിനെ വിശ്വസിച്ച് പേടിച്ച് ജീവിക്കുന്ന നമുക്ക് ഔലിയാക്കളെ പ്രിയം വെച്ചാൽ നമ്മയും അല്ലാഹു അവരെ കൂടെ ഉൾപ്പെടുത്തുമെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മുടെ പൂർവികരും നമുക്ക് പഠിപ്പിച്ച വലിയ ഒരു മാതൃകയാണ്. നമ്മൾ ഔലിയാക്കളെ പ്രിയം വെക്കുന്നത്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ പെടുത്തി തരട്ടെ. അതാണ് നമ്മുടെ ഈ ഉറൂസിന്റെയും ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ നമ്മുടെ ലക്ഷ്യം അവരുടെ മഹബ്ബത്ത് നമുക്ക് ലഭിക്കണം. അതിലൂടെ അവരെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്തണം. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തി തെരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇഷ്ടപ്പെടുന്ന ആളുകളായി, അവരെ പ്രിയം വെക്കുന്നവരായി നമ്മൾ മാറണം. അവരെ പ്രിയം വെക്കുമ്പോൾ അല്ലാഹു അവർക്ക് ശഫാഅത്തിനുള്ള അവസരം കൊടുക്കും. അമ്പിയാക്കൾക്ക് ശഫാഅത്തുണ്ട്, ഔലിയാക്കൾക്ക് ശഫാഅത്തുണ്ട്. അത് നമുക്ക് കിട്ടണം. ആ മഹാന്മാരെ പ്രിയം വെക്കുമ്പോൾ നമുക്കും അവരെ കൂടെ സ്വർഗത്തിലെത്താമെന്ന പ്രതീക്ഷയാ. ആ പ്രതീക്ഷയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി അവരെ നിന്ദിക്കുകയോ നിസാരപ്പെടുത്തുകയോ ചെയ്താൽ, അവരെ നമ്മൾ നിസാരവൽക്കരിച്ച നമുക്ക് കിട്ടുന്ന ഗുണം, അതിൽ കിട്ടുന്ന ദോഷം ചെറുതൊന്നുമല്ല. അല്ലാഹുവിന്റെ ലഅനത്താണ്, അല്ലാഹുവിന്റെ ശാപമാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുക, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നുള്ളത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിത്തറയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹയ്യ അലാ സ്വലാഹ്, ലാ ഹൗല വലാ, ഹയ്യ അലാ സ്വലാഹ്, ലാ ഹൗല വലാ, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ വസ്സലാത്തു ഖായിമത്തി മുഹമ്മദിൻ വസ്സലാത്തു വൽ ഫളീല വൽ
وبعثه مقام محمود الذي وعدته ورزقنا شفاعته إنك لا تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في الأرض الذي يشفع يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء إلا بما شاء. സഹോദരന്മാരെ, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുകയും ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ അടിത്തറയാണ്, ദീനിന്റെ അടിത്തറയാണ്. അതാണ് ഈ ഔലിയാക്കളുടെ ഉറൂസ് നടത്തുമ്പോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആളുകളുണ്ട്, ഇതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആളുകളുണ്ട്. ആരാണത്? സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. എന്താണ് അവർക്ക് അത്രയും വെറുപ്പ്? അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറ ആദരിച്ചതിന് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുകയും ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് എതിരാണ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ പ്രിയം വെച്ചാൽ ആ മഹബത്ത് നമുക്ക് കിട്ടും, അതിന്റെ മദദ് നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുള്ള ബഹുമാനിച്ചിട്ടുള്ള അവന്റെ സൃഷ്ടികളിൽ മനുഷ്യരുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാം, ആ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുകയും വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല എല്ലാ ഇൽമും പഠിപ്പിച്ചു കൊടുത്തു, വലിയ ആലിമാക്കി. ആദം നബി അലൈഹിസ്സലാം വലിയ ആലിമായി. എന്നിട്ട് മലക്കുകൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ മലക്കുകൾക്ക് ഇൽമും പഠിപ്പിച്ചു കൊടുത്തു, മലക്കുകളുടെ ഉസ്താദായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ, നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ആദമിനെ നിങ്ങൾ ഒന്ന് ബഹുമാനിക്കണം, ആദരിക്കണം. ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദിനെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. എന്റെ നബിയാണ്, എന്റെ സൃഷ്ടികളിൽ മനുഷ്യരുടെ പിതാവാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനിച്ചിട്ടുള്ള ആദമിനെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞപ്പോ, എങ്ങനെയാണ് റബ്ബേ ഞങ്ങൾ ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കേണ്ടത്? ഫസ്ജുദൂ ലി ആദമ, നിങ്ങൾ ആദം നബിക്ക് സുജൂദ് ചെയ്യുക. ആദം നബി അലൈഹിസ്സലാമിനെ സുജൂദ് ചെയ്ത് ആദരിക്കാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. ഫസജദൽ മലായികതു കുല്ലുഹും ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. മലക്കുകളൊന്നാകെ ഉസ്താദിനെ ബഹുമാനിച്ച്, അല്ലാഹു ബഹുമാനിച്ച ആദം നബിയെ ബഹുമാനിച്ച്, ഒരു നബിയെ ആദരിച്ചുകൊണ്ട് എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു, ബഹുമാനിച്ചു. പക്ഷേ ഒരാള് ബഹുമാനിച്ചില്ല, ഒരാള് സുജൂദ് ചെയ്യാതെ മാറി നിൽക്കുന്നു. എന്താ നിങ്ങൾ സുജൂദ് ചെയ്യാത്തത്? അപ്പോൾ പറഞ്ഞു, റബ്ബേ, നിനക്ക് വേണമെങ്കിൽ സുജൂദ് ചെയ്യാം, ആദമിന് സുജൂദ് ചെയ്യാൻ എന്നെ കിട്ടൂല. അഹങ്കാരം നടിച്ചു. അതാ അല്ലാഹ് ആദരിച്ചതിനെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോ, അതിനെ ആദരിക്കാൻ പറഞ്ഞപ്പോ, ബഹുമാനിച്ച വ്യക്തിയെ ബഹുമാനിക്കാൻ പറഞ്ഞപ്പോ മനസ്സ് സമ്മതിക്കുന്നില്ല. ഉടനെ അല്ലാഹു തആല ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ആ ഇബ്ലീസാണ് മാറി നിന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാത്തതിന്റെ പേരിൽ, ആദരിക്കാത്തതിന്റെ പേരിൽ, അവിടെ കിബ്ർ നടിച്ച് മാറി നിന്നതിന്റെ പേരിൽ അല്ലാഹു പറഞ്ഞു, ഫഖ്റുജ് ഫഇന്നക റജീം, പോടാ പുറത്ത്, നീ ശപിക്കപ്പെട്ടവനാണ്. വ ഇന്ന അലൈക ലഅനതി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ നിനക്ക് എന്റെ ശാപമുണ്ട് കേട്ടോ.
അള്ളാഹു ആദരിച്ചതിനാരെങ്കിലും നിന്ദിച്ചാൽ, അള്ളാഹ് ബഹുമാനിച്ചവരാരെങ്കിലും അനാദരവ് കാണിച്ചാൽ, അവരെ നിസാരപ്പെടുത്തിയാൽ, അള്ളാഹ് ബഹുമാനിച്ചതിനാരെങ്കിലും താഴ്ത്തി കണ്ടാൽ, അള്ളാഹുവിന്റെ ലഅനത്ത്, പടച്ചവന്റെ ലഅനത്ത് അവർക്ക് ലഭിക്കും കേട്ടോ. ആ ലഅനത്ത് കിട്ടിയവനാണ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഇബ്ലീസിന്റെ അനുയായികൾ ഇന്നും ഔലിയാക്കളെ നിന്ദിക്കുന്നു, അമ്പിയാക്കളെ നിസാരപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സാധാരണക്കാരനാണെന്ന് പറയുന്നു. ഔലിയാക്കളെ സംബന്ധിച്ച് കറാമത്തുകളെ നിഷേധിക്കുന്നു, കളിയാക്കുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ ആദരിച്ച ബഹുമാനിച്ച ഔലിയാക്കളെയും അമ്പിയാക്കളെയും പുണ്യസ്ഥലങ്ങളെയും നിസാരവൽക്കരിക്കുന്നത് അത് ഈ ലഅനത്ത് കിട്ടിയവരാണ്. അല്ലാഹു നമ്മെ കാത്ത് സലാമത്താകട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു ആദരിച്ച ഔലിയാക്കളെ ബഹുമാനിച്ചാൽ കിട്ടുന്ന ഗുണമെന്താണ്? അവരെ മഹബത്ത് വെച്ചാൽ കിട്ടുന്ന ഗുണമെന്താണ്? അതാ ഖുർആനിൽ 7 ഔലിയാക്കളെ സംബന്ധിച്ചു പറയുമ്പോ 8ാമത്തെ ആളായി നായണിയത് ഔലിയാക്കളെ മഹബത്ത് വെച്ചതുകൊണ്ടാണ്. അതേ സ്ഥാനത്ത് വലിയ ഇൽമുണ്ടായിട്ടും വലിയ ആബിദായിട്ടും ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാത്തതിന്റെ പേരിൽ, അഹങ്കരിച്ച് കിബ്ർ നടിച്ച് മാറി നിന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ലഅനത്ത് ഖിയാമത്ത് നാൾ വരെ ലഭിച്ചവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ലഅനത്ത് കിട്ടുന്നവര് നമ്മളായി പോകരുത് കേട്ടോ. അല്ലാഹു നമ്മെ കാത്ത് സലാമത്താകട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് നാം പഠിക്കണം. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇന്ത്യ രാജ്യത്ത്, ഈ ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനായ ബഹുമാനപ്പെട്ട ഖാജാ ഗരീബ് നവാസ്, ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ പറ്റി നിങ്ങൾക്കറിയില്ലേ? പരിശുദ്ധ റജബ് മാസമല്ലേ, റജബ് 6-നല്ലേ അവിടുന്ന് വഫാത്തായത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരൊറ്റ നിമിഷത്തിൽ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത് മഹാനായ ഖാജാ തങ്ങളെ ഒരൊറ്റ കറാമത്ത് കൊണ്ട്. ഇങ്ങനെ ഔലിയാക്കളുടെ ജീവിതം, അവരാരെയും ഉപദ്രവിക്കൂല, അവരാരെയും ബുദ്ധിമുട്ടിക്കൂല, അവരാരെയും പ്രയാസപ്പെടുത്തൂല. നേരത്തെ ഇവിടെ മുമ്പ് പ്രസംഗിച്ചവര് പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ നിയമം, ഇസ്ലാമിന്റെ പെരുമാറ്റങ്ങൾ ഇവിടെ സൗഹാർദ്ദമുണ്ടാക്കുന്നതിന് ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചാൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല. അതാണ് നമ്മുടെ നാടിന്റെ ചരിത്രം, അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം. ഔലിയാക്കളിലൂടെയാണ് ഇവിടെ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ മൂളൂർ നിൽക്കുന്ന ഇത് കർണാടകയാണെങ്കിലും കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന പഴയ കാലത്തെ മൈസൂർ രാജാവിന്റെ കാലത്തുള്ള മലബാർ പ്രദേശമാണ്. ഈ മലബാർ പ്രദേശങ്ങളിൽ മുഴുവനും ഇസ്ലാം കടന്നു വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഔലിയാക്കളിലൂടെയാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഇസ്ലാം ഈ ഇന്ത്യ രാജ്യത്തേക്ക് എത്തിയത് എങ്ങനെയാണ്? നിങ്ങൾക്കറിയില്ലേ, മഹാന്മാരായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നു. നീണ്ട ചരിത്രമല്ലേ ഇത്? ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ട വലിയ ചരിത്രമാണിത്. ആ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു കേരളത്തിലേക്ക് വന്നപ്പോൾ, കേരളത്തിലേക്ക് അവർ എത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഈ നാട്ടിലെ ഹിന്ദുക്കൾ തയ്യാറായി. ഈ നാട്ടിലെ ഹിന്ദുക്കൾ അവരെ സ്വീകരിക്കുകയാണ്. എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അവർക്ക് കുടിക്കാൻ വേണ്ടി നല്ല ഇളനീർ പൊണ്ടം കൊണ്ടുവന്നു കൊടുത്തു. ആ ഇളനീർ കൊണ്ടുവന്നു കൊടുത്തപ്പോൾ അവരത് വാങ്ങി ഉടനെ കഴിച്ചില്ല. അവർ ചോദിച്ചു, ഇത് എവിടെന്നാണ് നിങ്ങൾ കൊണ്ടുവന്നത്? ഇന്നാലിന്ന തോട്ടത്തിൽ നിന്നാണ്. അതാരുടെ തോട്ടമാണ്? അത് എന്റെ തോട്ടമാണ്. നിങ്ങളെ ഉടമസ്ഥതയിലുള്ളതാണോ? അത് എന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. എന്നാൽ ഞാനത് കുടിക്കാം. കൊണ്ടുവന്നയാൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം എന്താണ്? സാധാരണ നമ്മുടെ നാട്ടിൽ കുടിക്കാൻ കൊടുത്താൽ അങ്ങ് കുടിക്കാറാണ് പതിവ്. പക്ഷേ നിങ്ങൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചത് എന്താണ്? അപ്പോൾ വന്ന മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും സംഘവും പറഞ്ഞു, ഞങ്ങൾ അറബികളാണ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിക്ഷണം സ്വീകരിച്ച, അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ
ഒരു കാര്യം ഒന്ന് കുടിക്കണമെങ്കിൽ, ഭക്ഷിക്കണമെങ്കിൽ അനുവദനീയമായത് മാത്രമേ ഞങ്ങൾ ഭക്ഷിക്കുകയുള്ളൂ. അന്യന്റേത് പൊരുത്തമില്ലാതെ എടുത്തത് ഞങ്ങൾ ഭക്ഷിക്കാറില്ല. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോൾ ആ ജനങ്ങൾക്ക് അത്ഭുതപ്പെട്ടുപോയി. ഇത് നല്ലൊരു ആശയമാണല്ലോ, ഇത് ഞങ്ങൾക്കും സ്വീകരിക്കണമെന്ന് അവർക്ക് ആഗ്രഹം വന്നു. ആ നിലക്ക് അവിടെയുള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത്. ഔലിയാക്കളിലൂടെയാണ് ഇസ്ലാമിന്റെ പ്രബോധനം. ആ ഇസ്ലാമിന്റെ പ്രബോധനം അങ്ങനെയാണ് ഉണ്ടായത്. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട പെരിങ്ങത്തൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹു 1000 കൊല്ലം മുമ്പ് ജീവിച്ചു വഫാത്തായ മഹാനാണ്. ആ അലിയുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല ജീവിതം നയിച്ചു. ആ ജീവിതം അങ്ങോട്ട് നയിച്ചപ്പോൾ ആളുകൾ വന്ന് ദുആ ചെയ്യിപ്പിക്കുന്നു, അവർക്ക് ഉത്തരം കിട്ടുന്നു. രോഗികൾ വന്ന് സമീപിക്കുന്നു, മന്ത്രിച്ചു കൊടുക്കുമ്പോൾ രോഗം മാറുന്നു. പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ അവർക്ക് ദുആ ചെയ്തു കൊടുക്കുന്നു, പ്രശ്നങ്ങൾ മാറുന്നു. അങ്ങനെ എല്ലാ ജനങ്ങളും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ ജനങ്ങളും, മതമുള്ളവനും മതമില്ലാത്തവനും മഹാനായ അലിയുൽ കൂഫി തങ്ങളെ ആശ്രയിച്ച് അവരുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണുകയാണ്. 1000 കൊല്ലം മുമ്പാണ്. അങ്ങനെ മഹാനായ അലിയുൽ കൂഫി തങ്ങൾക്ക് അവിടെ ഒരു പള്ളി നിർമ്മിക്കണമെന്ന ആവശ്യം വന്നു. ആ പള്ളി നിർമ്മിക്കുന്ന സമയത്ത് ആ നാട്ടിലെ അമുസ്ലിംകളായ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ആരാധന ചെയ്യുന്ന ഒരു ദേവാലയമുണ്ട്, ആ ദേവാലയം നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരാം. ഇത് പറഞ്ഞപ്പോൾ അലിയുൽ കൂഫി തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, നിങ്ങൾ ദേവാലയം എനിക്ക് വിട്ടുതന്നാൽ പിൽക്കാലത്ത് ഇനി വരുന്ന സമയത്ത് അത് ഞങ്ങളുടെ ആരാധന കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ആരാധന നിർവഹിച്ചോളൂ, ഞാൻ വേറെ പള്ളി നിർമ്മിക്കുന്നു, വേണമെങ്കിൽ അതിന് നിങ്ങൾ സഹായം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ജനങ്ങളും സഹായം ചെയ്തു. മഹാനവറുകൾ പള്ളി നിർമ്മാണം നടത്തുന്നു. ഇത് നമ്മുടെ നാടിന്റെ ചരിത്രമാണ്, ഈ നാടിന്റെ സൗഹാർദ്ദത്തിന്റെ ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം വളരെ സാഹോദര്യത്തിന്റെ മതമാണ്, സ്നേഹത്തിന്റെ മതമാണ്, ഭീകരതയുടെ തീവ്രവാദത്തിന്റെ മതമല്ല. ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയിട്ടുള്ളത് ഈ മഹാന്മാരായ ഔലിയാക്കളാണ്. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം പ്രചരിച്ചിട്ടുള്ളത് ഈ മഹാന്മാരിലൂടെയാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും സംഘവും, അതുപോലെ തന്നെ കേരളത്തിലേക്ക് കടന്നു വന്ന സൂഫിയാക്കൾ, സയ്യിദുമാർ, മഹാന്മാരായ ബുഖാരി സാദാത്തുക്കൾ, ആ ബുഖാരി കുടുംബമാണ് ആദ്യം നമ്മുടെ ഈ പരിസരങ്ങളിലേക്ക്, കേരളത്തിലേക്ക്, മലബാറിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കണ്ണൂരിലേക്കാണ് ആ മഹാന്മാരായ സാദാത്തുക്കൾ വന്നിട്ടുള്ളത്. വളപട്ടണത്താണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. പിന്നീട് ഒരുപാട് സയ്യിദന്മാര് കടന്നു വന്നു. ജമറുല്ലൈലി കുടുംബം വന്നു, അഹദുൽ കുടുംബം വന്നു, അലവി കുടുംബം വന്നു, ജിഫ്രി കുടുംബം വന്നു. അങ്ങനെ പല കുടുംബക്കാരും പല തങ്ങന്മാരും നമ്മുടെ നാട്ടിലേക്ക് വന്നു. അവരെ കണ്ടിട്ടാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചിട്ടുള്ളത് കേട്ടോ. മഹാനായ ഖാജാ തങ്ങളെ സംബന്ധിച്ചറിയില്ലേ? ഖാജാ തങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് വരുന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ വിവരം കൊടുത്തു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടി ഖാജാ തങ്ങളോട് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശപ്രകാരം മഹാനവറുകൾ അജ്മീറിൽ വന്നു. അതുകൊണ്ടാണ് അതാഉർ റസൂൽ എന്ന പേര് തന്നെ ഖാജാ തങ്ങൾക്കുള്ളത്. മഹാനവറുകൾ അതാ അജ്മീറിൽ വന്ന് താമസിച്ച് തന്റെ മുരീദന്മാരുമായി ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന സമയത്ത് അവിടുന്ന് വെള്ളം ഉപയോഗിച്ചിരുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതാണ് ഇന്ന് അനാസാഗർ എന്ന് പറയുന്ന കുളം. ആ കുളത്തിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അന്നവിടെ ഭരിച്ചിരുന്ന ആ ഭരണാധികാരി പറഞ്ഞു, ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളടുത്തേക്ക് ആളെ അയച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഈ കുളത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. മുസ്ലിംകൾ ഈ കുളത്തിൽ നിന്ന് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല.
ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങൾ ശല്യം ചെയ്യുന്നില്ല, ഞങ്ങൾ ഒരിക്കലും അനുവാദമില്ലാത്തത് വാങ്ങുന്നവരല്ല, പക്ഷേ ഒരു പാത്രം വെള്ളം എടുക്കാൻ നിങ്ങൾ സമ്മതം തരണം. ഭരണാധികാരി പറഞ്ഞു. ആ അന്നത്തെ അവിടെ ഭരിച്ചിരുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന ഭരണാധികാരി പറഞ്ഞു, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെള്ളമെടുക്കാം. മഹാനായ ഖാജ തങ്ങൾ തന്റെ മുരീദിനോട് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അനാസാഗറിൽ നിന്ന് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഖാജ തങ്ങളെ സമീപത്ത് വെച്ചു. സുബ്ഹാനല്ലാഹ്, വർഷങ്ങളോളം എത്രയോ ജനങ്ങൾ ഉപയോഗിക്കുന്ന ആ കുളത്തിലെ വെള്ളം മുഴുവനും വറ്റി വരണ്ടുപോയി. ജനങ്ങൾക്ക് വെള്ളമില്ലാതെ വലിയ പ്രയാസത്തിലായി പോയി. അവരൊക്കെ ഭരണാധികാരിയോട് പോയി പറഞ്ഞു, ഞങ്ങളെ സാഗറിന്റെ അനാസാഗറിന്റെ വെള്ളം തീർന്നുപോയി, അത് മുഴുവനും വറ്റിയിട്ടുണ്ട്. രാജാവിന് സംഗതി മനസ്സിലായി. മുസ്ലിംകളെ തടഞ്ഞത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ആ രാജാവിനെ അറിഞ്ഞു. ഉടനെ ഒരാൾ അയച്ചുവിട്ടു ഖാജ തങ്ങളടുത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടത്ര വെള്ളം ഉപയോഗിക്കാം, അതിന് യാതൊരു വിരോധവുമില്ല. ഉടനെ ഖാജ തങ്ങള് സുബ്ഹാനല്ലാഹ് ആ പാത്രത്തിന്റെ വെള്ളം കൊണ്ടുപോയി ആ കുളത്തിലേക്ക് തന്നെ ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒഴിച്ചപ്പോൾ വെള്ളം പൂർവസ്ഥിതിയിലേക്ക് തന്നെ എത്തിപ്പെട്ടു. ഈ ഒരൊറ്റ സംഭവം കാരണം 1,00,000-ലധികം ആളുകൾ അന്ന് ഇസ്ലാം സ്വീകരിച്ചുവെന്ന് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം. ഇങ്ങനെ ലോകം മുഴുവനും ഔലിയാക്കൾ അവരുടെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായി അവർ വാളെടുത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചതല്ല, കത്തി കാണിച്ച് ഇസ്ലാം പ്രചരിപ്പിച്ചതല്ല, ബോംബ് കാണിച്ച് ഇസ്ലാം പ്രചരിപ്പിച്ചതല്ല, ഒരു ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിലും ഇസ്ലാം പ്രചരിപ്പിച്ചതല്ല. അവരുടെ സംശുദ്ധമായ ജീവിതം, അവരുടെ ഇലാഹിയായ ആ പടച്ചവനെ ചിന്തിച്ചുകൊണ്ടുള്ള ജീവിതം, ഇലാഹിയായ ചിന്തയിൽ അധിഷ്ഠിതമായ ജീവിതം, ആ ജീവിതം അങ്ങ് നയിച്ചപ്പോൾ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന വലിയ കറാമത്താണ്, വലിയ ബഹുമാനമാണ്. അങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത് കേട്ടോ. ആ ഔലിയാക്കള് പലതരത്തിലുമുണ്ട്. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അതാ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ച് ജനങ്ങൾക്ക് ദർസ് നടത്തി വഅദ് പറഞ്ഞു കൊടുത്ത് അതുപോലെ തന്നെ ആത്മീയ രംഗത്തും ഉന്നതങ്ങളിലേക്ക് എത്തിയവരുമുണ്ട്. അല്ലാതെ ജനങ്ങളിൽ നിന്ന് മുഴുവനും മാറി നിന്ന് ആൾ താമസമൊന്നുമില്ലാത്ത മലമുകളിൽ പോയി ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ഔലിയാക്കളും ഉണ്ട്. അങ്ങനത്തെ ചില ഔലിയാക്കളുമുണ്ട്. അങ്ങനത്തെ മഹാന്മാരിൽ പെട്ടവരാകാം നമ്മുടെ ഈ ഉൾപ്രദേശങ്ങളിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന് അവർ ഇബാദത്ത് ചെയ്ത് അന്ത്യവിശ്രമം കൊണ്ടിട്ടുള്ളത്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിച്ചവരാണ്. ഇന്ന് നാട് നീളെ കള്ളത്വരീക്കത്തുകാർ രംഗത്ത് വരുന്ന കാലമാണ്. ധാരാളം കള്ളത്വരീക്കത്തുകാർ ഞാൻ വലിയ ശൈഖാണ്, ഞാൻ വലിയ വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദീനിന്റെ നിയമങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞുകൊണ്ട് പരസ്യമായി സ്റ്റേജ് കെട്ടി ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഉലമാക്കളെയും ചീത്ത പറഞ്ഞുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഞാൻ വലിയ ശൈഖും മുരീദും ശൈഖും വലിയുമാണെന്ന് നടക്കുന്ന കാലമാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം, നന്നായി നമ്മൾ ആലോചിക്കണം. ഉലമാക്കളുടെ ആലിമീങ്ങളെ അംഗീകാരമില്ലാത്ത ഒരൊറ്റ മനുഷ്യൻ എന്ത് അത്ഭുതങ്ങൾ കാണിച്ചു വന്നാലും അത് ശൈഖെന്നോ വലിയെന്നോ തെറ്റിദ്ധരിച്ചു പോകണ്ട. ഔലിയാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹി ഇബ്നു ശഅറാനി റളിയല്ലാഹു അൻഹു, ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഒരാള് വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ നടക്കുന്നു. വെള്ളത്തിന്റെ മേലെ സാധാരണ നടക്കാൻ കഴിയില്ലല്ലോ. ഒരാള് വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ നടന്നിട്ട് വലിയ അത്ഭുതം കാണിക്കുന്നു. മറ്റൊരാള് പക്ഷിയെ പോലെ ഇങ്ങനെ പറന്നിട്ട് വരുന്ന ഒരു അത്ഭുതം കാണിക്കുന്നു. ഇത് കണ്ടാലും നീ അദ്ദേഹം വലിയാണെന്നോ ശൈഖാണെന്നോ തെറ്റിദ്ധരിക്കണ്ട. അത്ഭുതങ്ങൾ പലതും കാണിക്കാം, മായാജാലങ്ങൾ പലതും ഉണ്ടാകാം. നോക്കേണ്ടത് അതല്ല.
അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണോ അല്ലേ? മഹാന്മാരായ പണ്ഡിതന്മാർ ആരാണ് വലി എന്ന് വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി. വലി എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവരാണ്. അൽ മുവാദിബു അല ത്വആത്ത്. അതേ സൽക്കർമ്മങ്ങളിൽ അവർ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അൽ മുജ്തനിബു അനിൽ മആസി. തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്നവരാണ്. അൽ മുഅരിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്ത്. ദുനിയാവിന്റെ രസങ്ങളിലോ ഇവിടത്തെ സുഖങ്ങളിലോ അവർ ആസ്വാദനം കൊള്ളുന്നവരല്ല. അവർക്ക് ആസ്വാദനം റബ്ബിലാണ്. അവർക്ക് ആസ്വാദനം അല്ലാഹുവിന്റെ ഇബാദത്തിലാണ്. അവർക്ക് ആസ്വാദനം അല്ലാഹുവിനെ ചിന്തിക്കുന്നതിലാണ്. അവർക്ക് ആസ്വാദനം നിസ്കരിക്കുന്നതിലാണ്. അവർക്ക് ആസ്വാദനം ഇവിടെ ഖുർആൻ ഓതുന്നതിലാണ്. അവർക്ക് ആസ്വാദനം അവരുടെ ജീവിതം അതാ നല്ല നിലക്ക് നയിക്കുന്നതിലാണ്. ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്നതിലാണ്. അല്ലാതെ ഇവിടെ തെറ്റുകൾ ചെയ്തിട്ട് എല്ലാ ഹറാമും ചെയ്തിട്ട് വലിയ ശൈഖാണ് വലിയാണെന്ന് എന്ന് പറഞ്ഞു നടക്കുന്നത് ഒരിക്കലും അവര് വലിയാണെന്നോ ശൈഖാണെന്നോ തെറ്റിദ്ധരിച്ചു പോകരുതെന്ന് പണ്ഡിതന്മാർ വളരെ കർശനമായി നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവർ അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞവരാണ്. അവരെ ചിന്ത മുഴുവനും അല്ലാഹുവിലാണ്. ആ ചിന്തയിൽ ലയിച്ചങ്ങ് ജീവിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ ഹബീബായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരെങ്കിലും എന്റെ വലിയനോട് ശത്രുത വെച്ചാൽ, എന്റെ ഔലിയാക്കളോട് ആരെങ്കിലും കളിച്ചാൽ, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ നമ്മൾ നിൽക്കരുത്. അതുകൊണ്ട് ഔലിയാക്കളോട് നമ്മൾ കളിക്കാൻ പാടില്ല. ഔലിയാക്കളോട് കളിക്കുന്നത് പടച്ചവനോട് യുദ്ധം ചെയ്യുന്നതിന് സമാനമാണ്. അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ ഖാല, അല്ലാഹു പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരെങ്കിലും എന്റെ വലിയനോട് ശത്രുത വെച്ചാൽ ഞാൻ അവിടെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു കേട്ടോ. എന്റെ അടിമ ഫറളായ കാര്യങ്ങൾ എന്നിലേക്ക് ചെയ്ത് അടുക്കുമ്പോൾ, എന്റെ അടിമ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ ഫറളായ കാര്യങ്ങൾ ചെയ്തിട്ട് എന്റെ പൊരുത്തം വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഫറളായ കാര്യങ്ങൾക്ക് പുറമേ സുന്നത്തുകൾ ധാരാളം ചെയ്തുകൊണ്ട് എന്നിലേക്ക് എന്റെ അടിമ അടുത്തടുത്തുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എങ്ങനെയാണ്? അവർ വെറും ഫർദ് മാത്രം നിർവഹിക്കുന്നവരല്ല, ആ ഫർദിന് പുറമേ ധാരാളം ഇബാദത്തുകൾ ചെയ്യുകയാണ്. ഹാജാ തങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതിൽ കാണാം, അവിടുത്തെ ഉസ്താദ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു മഹാനവറുടെ അടുത്തേക്ക് ആത്മീയ രംഗത്തേക്ക് ഉയരാൻ വേണ്ടി പോകുമ്പോൾ മഹാനായ ഹാജാ തങ്ങളോട് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ 1000 ഖുൽ ഹുവല്ലാഹു ഓതിട്ട് നിസ്കരിക്കണം, പിറ്റേ ദിവസം 1000 റക്അത്ത് നിസ്കരിക്കണം രാത്രി. അങ്ങനെ നീണ്ട പരിശ്രമമാണ്, ആ പരിശീലനമാണ് ഔലിയാക്കൾക്ക് നൽകുന്നത്. ആ പരിശീലനത്തിലൂടെ എത്രയോ ഖത്മുകൾ തീർത്ത്, എത്രയോ നിസ്കാരങ്ങൾ നിർവഹിച്ച്, പാതിരാത്രിയൊക്കെ നിസ്കാരങ്ങൾ നിർവഹിച്ച്, ഇബാദത്തുകൾ ഇങ്ങനെ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് അടുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സദ്ദഹുൽ അസീസ് മഹാനവറുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടോ? അവിടുത്തെ ചരിത്രത്തിൽ കാണാം,
ഉമ്മ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. മഹാനായ ഖാജാത്ത ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ ഇൽമു പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലേക്ക് പോയി. അന്ന് ബഗ്ദാദ് എന്ന് പറയുന്ന സ്ഥലം ലോകത്തെ ഇൽമിന്റെ കേന്ദ്രമാണ്. എല്ലാ ഇൽമും അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പണ്ഡിതന്മാരെല്ലാം ബഗ്ദാദിൽ വാഴുന്ന കാലമാണ്. ആ ബഗ്ദാദിലേക്കാണ് ഉമ്മ മകൻ അബ്ദുൽ ഖാദർ എന്ന മകനെ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അങ്ങനെ അതാ കുട്ടിക്കാലത്ത് തന്നെ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനിക്ക് പ്രത്യേകമായ സംരക്ഷണമാണ്. കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കാൻ വേണ്ടി പോകുമ്പോ അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു, കളിക്കാനല്ല അബ്ദുൽ ഖാദറെ നിങ്ങളെ പഠിച്ചിട്ടുള്ളത്, തമാശ കളിയിൽ ഏർപ്പെടാനല്ല. ഇങ്ങനെ പല സമയങ്ങളിലും അല്ലാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും കളിയിൽ ഏർപ്പെടുമ്പോൾ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകമായ നിയന്ത്രണമുണ്ടായിരുന്നു. അങ്ങനെ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അല്ലാഹു തആല നല്ല സംരക്ഷണം കൊടുത്തു. മാത്രമല്ല സാധാരണ മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പഠിക്കുന്നത്. വല്ലാത്ത അപാരമായ ബുദ്ധിയാണ്, വല്ലാത്ത ഹിഫ്ളാണ്, ഓർമ്മശക്തിയാണ്. അങ്ങനെ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ചെറിയ പ്രായം കൊണ്ട് തന്നെ ആ ബഗ്ദാദിലുള്ള മുഴുവൻ ഉലമാക്കൾ അടുത്തുപോയി എല്ലാ ഫന്നിലും വലിയ ഇൽമു നേടി. 25 വയസ്സാകുമ്പോഴേക്ക് എല്ലാ വിഷയത്തിലും ഇൽമിന്റെ അങ്ങേയറ്റത്തേക്ക് മഹാനവറുകൾ എത്തുകയാണ്. അങ്ങനെ ഉസ്താദുമാര് ആ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് ഇൽമു പഠിച്ച് 25 കൊല്ലം കൊണ്ട് ഇൽമു പഠിച്ചു പൂർത്തിയാക്കിയപ്പോ ഒരു ഉന്നത പദവി അവർക്ക് കൊടുത്തു. പിന്നെ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളതാ നടക്കുകയാണ്, ലോകം സഞ്ചരിക്കുകയാണ്. 25 ചുറ്റി നടന്നോവർ 25 കൊല്ലക്കാലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ ചുറ്റി നടത്തമാണ്. റബ്ബിന്റെ പൊരുത്തം തേടിയിട്ട്, അല്ലാഹുവിന്റെ പൊരുത്തം കരുതിയിട്ട്, ഇലാഹിയായ സാമീപ്യം കിട്ടാൻ വേണ്ടി മഹാനവറുകളുടെ 25 കൊല്ലത്തെ ജീവിതം മുഴുവനും നടത്തമാണ്. നീണ്ട ചരിത്രമാണത്. ശൈഖ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. കാരണം ഇബാദത്ത് രാത്രിയും പകലും ഇബാദത്താണ്, ഉറക്കമില്ല, ശരീരത്തെ നന്നായി അധ്വാനിപ്പിക്കുന്നു. ഒരു കാമല് നിന്നിട്ടൊരു ഹത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് പാർത്തോവർ, ഒരൊറ്റ കാലിൽ നിന്നുകൊണ്ട് ഒരു ഖത്മുൽ ഖുർആൻ. എന്തിനാ അങ്ങനെ ഓതിയത്? നിന്ന് ഖുർആൻ, ഇരുന്ന് ഖുർആൻ ഓതുമ്പോ ഉറക്കം വരുന്നു, അപ്പൊ നിന്ന് ഖുർആൻ ഓതുന്നു. നിന്ന് ഖുർആൻ ഓതുമ്പോഴും ഉറക്കം വരുന്നു, അപ്പൊ ഒരു കാലിൽ നിന്നിട്ട് ഖുർആൻ ഓതുന്നു. എന്തിനാണ്? ഓതുമ്പോ ഉറക്കം വന്നാൽ വീണുപോകും. ഒരു കാമല് നിന്നിട്ടൊരു ഹത്തം തീർത്തോവർ, അങ്ങനെ ഒരു ഖത്മുൽ ഖുർആൻ ഓതി തീർത്തു. രാത്രി ഇശാ നിസ്കരിക്കാൻ വേണ്ടി എടുത്ത വുളു കൊണ്ട് തന്നെ 40 കൊല്ലക്കാലം സുബഹി നിസ്കാരം നിർവഹിച്ചു. നീണ്ട പരിശ്രമമാണ്, ഇബാദത്താണ്. അങ്ങനെ ഇബാദത്ത് ചെയ്തിട്ടാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളായത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹു പറയുകയാണ്, അങ്ങനെ എൻ്റെ അടിമ സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് എന്നിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഫൈദാ അഹ്ബബ്തുഹു, ഞാനും ആ വലിയനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തു സമഉല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സുറു ബിഹി വയദഹുല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹുല്ലതീ യംശീ ബിഹാ. എന്റെ അടിമ എന്നിലേക്ക് അടുത്തടുത്തടുത്ത് ഞാൻ ആ അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുന്തു സമഉല്ലദീ യസ്മഉ ബിഹി, ആ അടിമ കേൾക്കുന്ന കാഴ്ച ഞാനാകും. കേൾക്കുന്ന കാഴ്ച ഞാനാകും എന്ന് പറഞ്ഞാൽ യസ്മഉൽ ബഈദ വൽ ഖരീബ്, അടുത്തുള്ളതും ദൂരത്തുള്ളതും ഒരുപോലെ കേൾക്കും. വബസറഹുല്ലദീ യബ്സുറു ബിഹി,
കാണുന്ന കാഴ്ച ഞാനാകും, സാധാരണ കാഴ്ചയല്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. ഹൃദയം നോക്കി സംസാരിക്കാൻ കഴിയും. വരുമ്പോൾ തന്നെ എന്താണ് നിന്റെ ആവശ്യമെന്ന് പറയാൻ കഴിയും. ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പദവിയാണിത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുന്തു സംഅഉൽ ലദീ യസ്മഉ ബിഹി വബസറഹു ലദീ യബ്സുറു ബിഹി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, ആ ഭരണകാലത്ത് തന്റെ ഒരു സംഘത്തെ, ഒരു സൈന്യത്തെ മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള ഇറാനിലെ നഹാവന്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. സാരിയ റളിയല്ലാഹു അൻഹും സംഘവും യുദ്ധം ചെയ്യുകയാണ്. 1000 കിലോമീറ്റർ അപ്പുറം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കള് പർവ്വതത്തിന്റെ മറുഭാഗത്തിലൂടെ ഒളിച്ചു വന്നു ആക്രമിക്കാൻ വേണ്ടി. മദീനത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കാണുകയാണ്. ഇന്നത്തെ പോലെ ലൈവ് സംവിധാനങ്ങളൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇരുന്നുകൊണ്ട് 1000 കിലോമീറ്റർ അപ്പുറമുള്ള നടക്കുന്ന സംഭവം ലൈവായി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഉടനെ വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ, അൽ ജബൽ. സാരിയ, പർവ്വതത്തിലേക്ക് നോക്കൂ, പർവ്വതത്തിലേക്ക് നോക്കൂ. ആ ശബ്ദം മദീനയിൽ പറഞ്ഞ ശബ്ദം 1000 കിലോമീറ്റർ അപ്പുറം ബഹുമാനപ്പെട്ട സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ കേൾക്കുന്നു. ഫോണിലൂടെയല്ല, മൊബൈലിലൂടെയല്ല, ഒരു സംവിധാനങ്ങളുമില്ല. കറാമത്തിലൂടെ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന കറാമത്താണ്. കുന്തു സമഉൽ ലദീ യസ്മഉ ബിഹി വബസറഹു ലദീ യബ്സുറു ബിഹി. എന്റെ അടിമ എന്നിലേക്ക് അടുത്തടുത്തു വന്നാൽ, ഞാൻ എന്റെ അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അടിമ കാണുന്ന കാഴ്ച ഞാനാകും കേട്ടോ, കേൾക്കുന്ന കേൾവി ഞാനാകും കേട്ടോ. അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കൊടുക്കുന്ന കഴിവാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് വിശദീകരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞ കാര്യം അവിടുന്ന് വിശദീകരിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല അവിടുന്ന് പറയുന്നു, വയദഹുല്ലതി യബ്തുശു ബിഹാ. പിടിക്കുന്ന പിടുത്തം ഞാനാകും. അവര് കൈകൊണ്ട് തടവിയാൽ രോഗം മാറുന്നു. ആ പിടിക്കുന്ന പിടുത്തം ഞാനായി മാറും. അല്ലാഹു പറയുന്നു, എന്റെ അടിമ എന്നിലേക്ക് ഇബാദത്ത് ചെയ്തങ്ങ് അടുത്തടുത്തു വന്ന് ഞാനങ്ങ് ഇഷ്ടപ്പെട്ടാൽ ആ അടിമ പിടിക്കുന്ന പിടുത്തം ഞാനാകും. അടിമ തൊട്ടാൽ ആ തൊട്ടതിന് വലിയ ഫലമാണ്. ആ വലിയ തൊട്ടാൽ തൊട്ടതിന് വലിയ പവറാണ്. അതുകൊണ്ടാണ് ഔലിയാക്കളുമായി ബന്ധപ്പെട്ടതിന് വലിയ ബറക്കത്തുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ അടിമ നടക്കുന്ന നടത്തം ഞാനാകും കേട്ടോ. ചില്ലറ നടത്തമല്ല, വേണ്ട സ്ഥലത്തേക്ക് അവർക്ക് നടക്കാൻ കഴിയും. വേണ്ട സ്ഥലത്തേക്ക് അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തിച്ചേരാൻ കഴിയും. ഇവിടെയുള്ള ഒരു വലിയന് വേണമെങ്കിൽ ഇപ്പോൾ മക്കയിലേക്ക് എത്താൻ അവർക്ക് പ്രയാസമില്ല. അതുപോലെ തന്നെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അവരെ എത്താൻ കഴിയും. കാരണം അവർ നടക്കുന്ന നടത്തം ഞാനാകും കേട്ടോ. ഇത് അല്ലാഹു തആല ഔലിയാക്കൾക്ക് കൊടുക്കുന്ന പവറാണ്, ഔലിയാക്കൾക്ക് കൊടുക്കുന്ന പദവിയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, എന്നോട് ഒരു കാര്യം എന്റെ അടിമ, ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ വലി എന്നോട് ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഔലിയാക്കളെ സമീപിച്ച് ദുആ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഔലിയാക്കളെ മസാറിൽ വന്ന് ദുആ ചെയ്യുന്നത്. ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്നോട് ഒരു വിഷയത്തിൽ കാവല് ചോദിച്ചാൽ ഞാൻ കാവല് കൊടുക്കുക തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ട്
സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ പദവിയാണത്. അതിന്റെ പേരാണ് കറാമത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അതിനുള്ള പവറും കറാമത്തും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അവരെ മഹബ്ബത്ത് വെച്ച് അവരെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ അല്ലാഹു നമുക്ക് വലിയ പ്രതിഫലം നൽകുന്നു. ആ മഹാന്മാരായ ഔലിയാക്കളെ പ്രിയം വെക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ വർഷവും ഇവിടെ ഈ സമയത്ത് നമ്മൾ ഇവിടെ സംസാരിച്ചിരുന്നു. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ഇനിയും ധാരാളം ഉറൂസുകളിൽ സംബന്ധിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. കഴിഞ്ഞ വർഷം ഈ ഉറൂസിന് വേണ്ടി ധാരാളം സംഭാവനകൾ പറഞ്ഞ ആളുകൾ ഈ സദസ്സിലുണ്ട്. അവരൊക്കെ ഈ ഉറൂസിന് അതിന്റെ എഴുതിച്ച ആ സംഭാവനകൾ നൽകിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു അതിന് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ.